മലബാറിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച ബ്രില്യന്റ് മെഡിക്കൽ അവാർഡ്സ് മെഡികോൺക 2026. കോഴിക്കോട് ദേവഗിരി സ്കൂളിന്റെ അതിബൃഹത്തായ ഓഡിറ്റോറിയത്തിൽ 4000-ലധികം വരുന്ന ആളുകൾ ഇരമ്പിയെത്തിയ വേദി വെറുമൊരു ചടങ്ങായിരുന്നില്ല. നീറ്റ് 2026 വിജയികളുടെ വമ്പൻ ആഘോഷത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു. IUML പ്രസിഡന്റ് ശ്രീ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിറസാന്നിധ്യമാണ് ഈ മെഡിക്കൽ അവാർഡ്സിനെ ആദ്യം മനോഹരമാക്കുന്നത്. IUML പ്രസിഡന്റ് പാണക്കാട് ശ്രീ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹ പ്രഭാഷണത്തോടെയാണ് ബ്രില്യന്റ് മെഡിക്കൽ അവാർഡ്സിന് തുടക്കം കുറിച്ചത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് വർത്തമാനം, നിങ്ങൾ തന്നെയാണ് ഭാവി. അതാണിപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവ സമൂഹം അർഹിക്കുന്ന ഒരു വിശേഷണം അതാണെന്ന് തോന്നുന്നു. ഇന്ന് വിദ്യാർത്ഥികളും യുവാക്കളും എന്താണ് പറയുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ വിവര സാങ്കേതിക വിദ്യാമന്ത്രിയും ഇന്ത്യയിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകൾ. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇത്. കാരണം നിങ്ങളിവിടെ എഴുതിയതുപോലെ ഒന്നാമൻ്റെ ഒപ്പം ഒന്നാമതാവാൻ വേണ്ടി ഉള്ള നിങ്ങളുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായി പ്രശംസനീയമായ നിലയിൽ തന്നെ സക്സസ്ഫുള്ളായി പുറത്തു വരാൻ കഴിഞ്ഞവരെ അഭിനന്ദിക്കാൻ ഞങ്ങൾക്കൊക്കെ അവസരം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ വേണ്ടുപോലും അത് ചെയ്തു. ഞാനും നിങ്ങളെ ഈ സന്ദർഭത്തിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കൺഗ്രാജുലേഷൻസ് ടു യു ഓൾ. വേദിയെ പ്രചോദനമാക്കിയ പ്രഭാഷണത്തിന് ശേഷം നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്ക് നേടി ചരിത്രം കുറിച്ച നീരജ് B എന്ന മിടുക്കന് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വേദിയിൽ വെച്ച് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകി. അതോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്കോടെ 6 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നേടിയ കോട്ടയ്ക്കൽ സ്വദേശിനി ടാലിയ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി വിദ്യാർത്ഥിനിയുടെ അഭാവത്തിൽ പിതാവും പ്രമുഖ വ്യവസായിയും ബ്രില്യന്റ് കോട്ടയ്ക്കൽ സെന്ററിന്റെ രക്ഷാധികാരിയുമായ ശ്രീ മുഹമ്മദ് ഷാഫിയെയും മന്ത്രി കുഞ്ഞാലിക്കുട്ടി വേദിയിൽ അനുമോദിച്ചു. ജനങ്ങളുടെ പ്രിയങ്കരനായ കോഴിക്കോട് MP ശ്രീ MK രാഘവന്റെ സാന്നിധ്യം ബ്രില്യന്റിന്റെ വിജയാഘോഷങ്ങൾക്ക് വലിയ മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളുടെ അധ്വാനത്തെ അഭിനന്ദിച്ച് സംസാരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സിൽ വലിയ കയ്യടിയോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. ബ്രില്യന്റ് പാലയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 4 പേർ കൂടി ആരംഭിച്ച 84 ഈ സംരംഭം ഇന്ന് ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ അധ്യായങ്ങൾ വിരചിച്ച ഏറ്റവും വലിയ കോച്ചിങ് സെൻ്ററായി മാറി എന്നുള്ളതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ സാധിക്കുന്നത് പാല ബ്രില്യന്റ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, ബ്രില്യന്റ് കോച്ചിങ് സെന്റർ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ എളിമയോടെ കോട്ടയത്ത് പാലായിൽ ആരംഭിച്ച് അവിടെ തന്നെ വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിലെ മത്സര പരീക്ഷകളിൽ തങ്ങളുടെ കുട്ടികളെ ഉന്നത വിജയത്തിലേക്ക് എത്തിച്ച, ഇന്ന് കേരളത്തിലെ മറ്റ് പ്രധാന പട്ടണങ്ങളിലും പ്രവർത്തിക്കുന്ന ശാഖകളുള്ള
ഒന്നാണ് ബ്രില്യൻ്റ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലും നീറ്റ് എക്സാമിനേഷനിൽ നല്ല പ്രതിഭകളെ വാർത്തെടുക്കാൻ ധാരാളം കുട്ടികൾക്ക് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വഴിയൊരുക്കി കൊടുക്കാൻ ബ്രില്യൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ബ്രില്യൻറ്റിൻ്റെ സാരഥികളെ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നീറ്റ് 2026 683 സ്കോർ നേടിയ തോമസ് കുര്യന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സ്കോളർഷിപ്പായി സമ്മാനിച്ചത്. അതോടൊപ്പം വേദിയിലെത്തിയ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം പകരാനുള്ള വഴികൾ വെട്ടി തുറക്കാൻ, ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണത വരാൻ, അതിൽ കമ്മിറ്റഡായി അതിൽ അടിയുറച്ച് നിൽക്കാൻ, അതിനുവേണ്ടി ഉൾപ്രേരണയോടുകൂടി അതിൽ കർമ്മമുഖരിതമായി അതിൽ ഇൻവോൾവ് ചെയ്ത് പഠിക്കാൻ, ലോകത്തോളം വളരാൻ, ഇന്നത്തെ ആധുനിക സങ്കേതങ്ങൾ മുഴുവൻ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്താൻ, അതിനെല്ലാം ഉള്ളതായിരിക്കുന്ന വഴികൾ തുറക്കുകയാണ് പാല ബ്രില്യൻറ്റിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളക്കരയിൽ. നീറ്റ് 2026 686 സ്കോറും ഓൾ ഇന്ത്യ റാങ്ക് 169 നേടിയ നിവേദിത മനോജ് എന്ന മിടുക്കിക്ക് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് അദ്ദേഹം ബ്രില്യൻ മെഡിക്കൽ അവാർഡ്സ് വേദിയിൽ വെച്ച് നൽകിയത്. കോഴിക്കോട് സൗത്ത് MLA ശ്രീ ഫൈസൽ ബാബുവിന്റെ സാന്നിധ്യം വിക്ടറി ഡേയ്ക്ക് കൂടുതൽ ഭംഗി പകർന്നു. കേരളത്തിന്റെ യുവ പ്രതിഭകളെ നെഞ്ചോട് ചേർക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചു. ബ്രില്യൻ എന്ന പേര് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തെ മാറ്റിവരച്ച ഒരു മൂവ്മെന്റിന്റെ പേരാണ്. ഐ ഡു ബിലീവ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് എ മൂവ്മെന്റ്, ഇറ്റ്സ് എ കാറ്റലിസ്റ്റ്. കേരളത്തിലെ മത്സര പരീക്ഷകളുടെ അന്തരീക്ഷത്തെ മാറ്റിവരച്ച ഒരു ചേഞ്ചിങ് ഒരു ഫാക്ടറാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ ഇക്കോസിസ്റ്റത്തെ ബ്രില്യൻ്റ് എന്ന് പറയുന്ന സ്ഥാപനം അടിമുടി മാറ്റിപ്പണി. കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് ജയന്തിന്റെ സാന്നിധ്യം ചടങ്ങിന്റെ ഗാംഭീര്യം ഇരട്ടിയാക്കി. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഏറ്റവും അടയാളപ്പെടുത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഈ നാടിൻ്റെ ഓമനകളായി അഭിമാനമായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിജയത്തിൻ്റെ രഥത്തിലേറി നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായിട്ടാണ് ബ്രില്യൻസ് പാലായും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവരുടെ പ്രതിനിധികളായി അവരോടൊപ്പം പഠിച്ച് ജീവിത വിജയത്തിലേറിയ ആളുകളെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു അധ്യാപന രംഗത്ത് നിൽക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ്. ബഹുമാനപ്പെട്ട പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയുടെ ഊർജ്ജസ്വലമായ സാന്നിധ്യം ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കി. ഈ കൂട്ടായ്മ മാത്രം മതി ബ്രില്യൻസ് കോച്ചിങ് സെന്റർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റോടെയുള്ള ഈ ഒരു ഗാദറിംഗ് ഉണ്ടല്ലോ, ഇത് സൂചിപ്പിക്കുന്നത് വി ഹാവ് ടു മൂവ് ടുഗെദർ എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. കോഴിക്കോട് SP ശ്രീ ഷൗക്കത്ത് അലിയുടെ മഹനീയ സാന്നിധ്യം വേദിക്ക് വേറിട്ടൊരു പ്രൗഢി നൽകി. നിങ്ങളുടെ കഴിവിനെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലൂടെ ഉയർത്തിയിലെത്തിക്കാൻ നിങ്ങളെ സഹായിച്ച ബ്രില്യൻ്റ് എന്ന സ്ഥാപനവുമായിട്ട് എനിക്ക് ചെറിയ ബന്ധമുണ്ട്. എൻ്റെ മകൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവന് വിദേശത്ത് പഠിക്കണം എന്നതുകൊണ്ട് അവനും MBBS തന്നെയാണ്, വിദേശത്താണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് പാലായിലെ ബ്രില്യൻ്റ് സ്ഥാപനങ്ങളല്ല, ആ പരിസരമാണ്. ഒരു പ്രദേശം മുഴുവൻ ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇതൊരു നല്ല മാതൃകയാണ്. MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ സാന്നിധ്യം വിദ്യാഭ്യാസ ലോകത്തെ പ്രമുഖരുടെ ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ കരുത്തേകി. 1952 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. 60 വിദ്യാർത്ഥികൾ.
കേരളത്തിൽ ആദ്യത്തെ വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവ് ഡോക്ടർ PK അബ്ദുൽ ഗഫൂറാണ്. കാരണം ആദ്യത്തെ ബാച്ചിൽ അത് അബ്ദുൽ ഗഫൂർ ആയതുകൊണ്ടാണ് ABD ആ ലോട്ടറി മുപ്പരടിച്ച് ഫസ്റ്റ് മെഡിക്കൽ വിദ്യാർത്ഥി അദ്ദേഹം. യുവതലമുറയ്ക്ക് എന്നും ഒരു മാതൃകയായ മലപ്പുറം തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് K കൈനിക്കര IAS എത്തിയത് സദസ്സിന് വലിയൊരു പ്രചോദനമായി. ബ്രില്യന്റിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം 2026 എത്തി നിൽക്കുമ്പോൾ അതിലും വളരെ കൂടുതൽ അഭിമാനകരമായ വലിയൊരു സ്കെയിലിലേക്ക് അല്ലെ നീറ്റ് വിക്ടറി ഡേ ഒക്കെ 3 വിവിധ സ്റ്റേജുകളായിട്ട് 3 സ്ഥലങ്ങളിലായിട്ട് നടത്തുന്ന രീതിയിൽ അത്രയധികം വിപുലമായ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച എന്ന് നിസ്സംശയം പറയാവുന്ന ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് നേടുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള ആ ഒരു വളർച്ച അടുത്തു നിന്ന് കാണുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ ഒരു വിജയം വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഫാദർ ജിൽസൺ ജോസഫ് തൈ, കോഴിക്കോട് അൽഫോൺസ സ്കൂൾ പ്രിൻസിപ്പൽ, ദേവഗിരി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ CMIയുടെ സാന്നിധ്യം സദസ്സിൽ വലിയൊരു നിറവായി മാറി. ബ്രില്യന്റുമായി ചേർന്നുള്ള ഈ മനോഹരമായ മെഡിക്കൽ അവാർഡ് സെറിമണിക്ക് അദ്ദേഹം നൽകിയ പിന്തുണ ഏറെ വലുതായിരുന്നു. ഫാദർ ബോണി അഗസ്റ്റിൻ CMI, കോഴിക്കോട് വാർഡ് കൗൺസിലർ കവിതാസി, കോഴിക്കോട് കൗൺസിലർ ജിജി രമേശ്, 2023 നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ബ്രില്യന്റിന്റെ അഭിമാന താരമായി മാറിയ ആര്യ RS, ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 4ാം വർഷ MBBS വിദ്യാർത്ഥിയായി ആര്യ വീണ്ടും ഈ വേദിയിലെത്തുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന വാക്കുകളാൽ ആര്യ വിദ്യാർത്ഥികളെ എല്ലാം കയ്യിലെടുത്തു. 2025 നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ 1ാം റാങ്ക് തിളക്കത്തോടെ ബ്രില്യന്റിന്റെ പെരുമ വാനോളം ഉയർത്തിയ ദീപ്ന DBയും ഈ ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗമായി. ദീപ്നി എന്ന് ജിപ്മർ പോണ്ടിച്ചേരിയിൽ 2ാം വർഷ വിദ്യാർത്ഥിയായി പഠിക്കുകയാണ്. ഇവരുടെ എല്ലാം സാന്നിധ്യം ബ്രില്യൻ മെഡിക്കൽ അവാർഡ്സിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന പ്രിയ വിദ്യാർത്ഥികളെ ഓരോരുത്തരെയുമായി വേദിയിലേക്ക് എത്തിച്ച് ആദരിക്കുക എന്നത് സാങ്കേതികമായി വലിയൊരു ദൗത്യമായിരുന്നെങ്കിലും ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ബ്രില്യൻ കുടുംബം അത് നിറവേറ്റി. എന്നാൽ മലബാറിലെ മെഡിക്കൽ അവാർഡ് ദിനത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച മറ്റൊന്നായിരുന്നു. സദസ്സിലെ ആയിരക്കണക്കിലധികം വിജയികൾക്കൊപ്പം മന്ത്രിമാരും പ്രമുഖ വിശിഷ്ടാതിഥികളും ഒന്നടങ്കം നിറഞ്ഞു നിന്ന കാഴ്ച കണ്ടുനിന്ന ഏവരുടെയും മനം നിറയ്ക്കുന്ന ഒന്നായിരുന്നു. അത് പിന്നീട് വലിയൊരു ആവേശമായി മാറി. ഇത് മലബാറിലെ നീറ്റ് ജേതാക്കളുടെ മാത്രം ബ്രില്യൻ വിക്ടറി ഡേ ആണ്. ഇനി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തും കോട്ടയം ജില്ലയിൽ പാലായിലും ബ്രില്യന്റിന്റെ 2 വിക്ടറി ഡേ കൂടി അരങ്ങൊരുങ്ങുന്നു. ഇതോടൊപ്പം തന്നെ ദേവഗിരിയിലെ ആ മനോഹര ലാൻഡ്സ്കേപ്പിൽ നിന്നുള്ള കാഴ്ച ഇറ്റ്സ് ബ്രത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന സന്തോഷത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒന്നിച്ച് ആകാശത്തേക്ക് വർണ്ണപ്പകിട്ടാർന്ന ബലൂണുകൾ പറത്തിവിട്ട ആ ഒരു നിമിഷം, ആകാശം മുഴുവൻ നിറങ്ങളാൽ നിറഞ്ഞ ആ കാഴ്ച കണ്ടുനിന്ന ഏവരുടെയും മനസ്സ് നിറച്ച അപൂർവമായ ഒരു സുന്ദര നിമിഷമായിരുന്നു. ചടങ്ങിനൊടുവിൽ മലബാറിന്റെ രുചിത്തനിമയേറുന്ന നിള കാറ്റേഴ്സിന്റെ സ്വാദിഷ്ടമായ ഭക്ഷണ വിരുന്നും ആസ്വദിച്ചാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയത്. ഇന്ന് ബ്രില്യൻ മെഡിക്കൽ അവാർഡ് വേദിയിൽ നമ്മൾ ആദരിച്ചത് വെറുമൊരു റാങ്ക് ജേതാക്കളെ മാത്രമല്ല, വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും അണിയുകയെന്ന നിശ്ചയദാർഢ്യത്തോടെ പോരാടിയ ഒരു തലമുറയുടെ അടങ്ങാത്ത സ്വപ്നങ്ങളെയും കഠിനാധ്വാനത്തെയുമാണ്. ഈ വേദിയിൽ നിന്ന് ഇവരെല്ലാം
രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലേക്ക് ചുവടുവെക്കുമ്പോൾ അതിൽ ഏറെ അഭിമാനിക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഓരോ കുടുംബാംഗങ്ങളുമാണ്. യെസ്, ദ ബ്രില്യൻ ഫാമിലി.